എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ Realme 7 ആണ്. Realme 7 എന്ന് പറയുന്നത് നമുക്ക് 15,000 രൂപീസ് താഴെ ഏറ്റവും ബഡ്ജറ്റായിട്ട് മേടിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഫോണാണ് Realme 7. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Realme 7 അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസുമാണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ Realme 7ൻ്റെ പാക്കേജിങ് ആക്ച്വലി ഇതിലിപ്പോൾ സൽമാൻ ഖാൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡായിട്ട് ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് നിൽക്കുന്ന. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് Realme 7 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഈ സൈഡിലും സെയിം Realme 7. ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ ജസ്റ്റ് റിയൽമിയുടെ 6 എഴുതിയിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിൽ നമുക്ക് ഈ ഒരു പ്രൈസ് ചെയ്തിട്ടുണ്ട്. സോ 17,999 റുപ്പീസാണ് വരുന്നത്. പക്ഷേ ഈ ഒരു സെയിൽ ടൈമിൽ നിങ്ങൾക്ക് ഈ സെയിം ഫോൺ ജസ്റ്റ് 14,999 റുപ്പീസിന് കിട്ടുന്നുണ്ട്. ആ ഒരു ഓഫർ കണ്ടിന്യൂ ആകുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്നാലും ആ ഒരു റുപ്പീസും വളരെ നല്ലൊരു ഡീലാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഫോണിൽ നിങ്ങൾക്ക് സോണിയുടെ 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്വാഡ് ക്യാമറ കിട്ടുന്നുണ്ട്. അതേപോലെ 30 വാട്ടിൻ്റെ ഡാർട്ട് ചാർജർ ഇൻക്ലൂഡഡ് ആണ് എന്നും, കൂടാതെ 5000 മില്ലി ആമ്പിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും കിട്ടുന്നുണ്ട്. ഹീലിയോ G95 ഒരു ഗെയിമിംഗ് പ്രോസറാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അതേപോലെ 90 ഹെർട്സിൻ്റെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിലുള്ളത്. സോ അത്രയും കാര്യങ്ങളാണ് ബാക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സീലൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻബോക്സ് കണ്ടൻസ് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഹേയ് വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് പറഞ്ഞൊരു ലീഫ്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലീഫ്ലെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു TPU കേസ് പ്രൊവൈഡഡ് ആണ്. TPU കേസിൻ്റെ കൂടെ നമുക്കൊരു സേഫ്റ്റി ഗൈഡ് ലൈൻസും തന്നിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാർഡും കൂടെ കിട്ടും. ഓക്കെ, TUV റെയിലിൻ്റെ റിലയബിലിറ്റി സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒരു ഫോണാണ്. ഇതാണ് ആദ്യത്തെ ഫോൺ. അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ്റെ കാർഡും എഴുതിയിട്ടുണ്ട്. ഒരു ക്വിക്ക് ഗൈഡും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. TPU കേസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതൊരു ഹാർഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു സ്മോക്കി ഫ്ലേവറുള്ളൊരു TPU കേസാണ്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ മഞ്ഞ കളർ ആകുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാലും ഇനീഷ്യൽ ഇംപ്രഷൻസിൽ നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ളൊരു TPU കേസാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ ഡിവൈസാണ്. അപ്പോൾ ബേസിക്കലി എനിക്ക് റിയൽമിയുടെ പാക്കേജിങ്ങിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കിതെന്തെങ്കിലും പുൾ ചെയ്യാനായിട്ടൊരു പുൾ ടാബ് ഒന്നും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഫോൺ പുറത്തെടുക്കാമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി ഡിവൈസ്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു പാക്കേജിങ് ഓപ്പൺ ചെയ്യാം. സോ ദിസ് ഈസ് ദ റിയൽമി 7. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ അപ്ലൈഡ് ആയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ പിന്നെ ഇത് മേടിച്ചിട്ടൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷാണ്. ഇത് ഗ്ലോസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഇത് ഗ്ലോസി അല്ല, ഇത് മാറ്റ് ഫിനിഷാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഇതൊരു ഗ്ലോസി ഫിനിഷ് ആണോ എന്ന്. ഇത് ഗ്ലോസി ഫിനിഷ് അല്ല, ഇത് പക്ക മാറ്റ് ഫിനിഷാണ്. ഫിംഗർ പ്രിൻ്റ് ഒന്നും തന്നെ ഇതിൽ ഒട്ടിപ്പിടിക്കില്ല. അതേപോലെ ഇത് നമ്മുടെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ക്വാഡ് ക്യാമറ 64 MP AI ക്വാഡ് ക്യാമറ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വാഡ് ക്യാമറ. പിന്നെ റിയൽമിയുടെ ബ്രാൻഡിങ് ഉണ്ട്. ഇനി സൈഡിൽ നോക്കുവാണെങ്കിൽ ഇതൊരു പവർ ബട്ടൺ, ഇതൊരു ബട്ടണാണ്. ക്ലിക്ക് കേൾക്കുന്നുണ്ട്. ഇതൊരു ബട്ടനാണ്, പക്ഷേ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൂടിയാണ്. ബട്ടൻ്റെ ഉള്ളിൽ തന്നെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നു. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വോളിയം റോക്കേഴ്സ് കിട്ടുന്നുണ്ട്, സിം ട്രേ കിട്ടുന്നുണ്ട്. ഇനി മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചു, അതിതിലില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ബാക്ക് ക്യാമറ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് നോയിസ് ക്യാൻസലേഷൻ്റെ ആ ഒരു മൈക്രോഫോണായിട്ട്. ഇനി താഴെ നോക്കിക്കഴിഞ്ഞാൽ 3.5mm ജാക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മൈക്രോഫോണിൻ്റെ പോർട്ട് ഉണ്ട്. അതേപോലെ നമുക്ക് USB-C ടൈപ്പ് കിട്ടുന്നുണ്ട്. അതേപോലെ സ്പീക്കർ ഗ്രിൽസും കിട്ടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഓവർവ്യൂ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ നോക്കുവാണെങ്കിൽ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻബോക്സ് കണ്ടൻസ് നോക്കിയതിന് ശേഷം ഫോണിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ അതെ ഇതാണ് നമ്മുടെ റിയൽമിയുടെ 30 വാട്ടിൻ്റെ എന്താ പറയുക, ഡാർട്ട് ചാർജിങ്. അപ്പോൾ 30 വാട്ടിൻ്റെ ഡാർട്ട് ചാർജിങ് നമുക്ക് റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ വേറെ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് മോഡൽ പവർ സപ്ലൈ യൂണിറ്റ് 5 വോൾട്ട് 2 ആംപിയർ. നമ്മൾ ഈ ഒരു ചാർജർ നോർമൽ ഫോണുകളിൽ കുത്തുവാണെങ്കിൽ, ഈ റിയൽമി 7 കുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് 5 വോൾട്ട് 6 ആംപിയർ കിട്ടും. ഇപ്പോൾ 5 വോൾട്ട് 6 ആംപിയർ എന്ന് പറയുമ്പോൾ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് കേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേബിള് ഒരു USB-C കേബിളാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കേബിളാണ്. വേറെ ഒന്നും തന്നെ നമുക്ക് ഇൻബോക്സ് കിട്ടുന്നില്ല. ഇയർഫോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഈ ഒരു ബോക്സിൻ്റെ കൂടെ. സോ നമുക്ക് കേസ് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം. സോ
സോ നമുക്ക് ഫസ്റ്റ് ബൂട്ട് ഇതിൻ്റെ ചെയ്യാം. ഒരു വൈബ്രേഷൻ വന്നിട്ടുണ്ട്. എന്നിട്ട് റിയൽമി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ റിയൽമി ഒരു പുതിയൊരു ബൂട്ട് ആനിമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് റിയൽമിയുടെ തന്നെ. ബേസിക്കലി ഫസ്റ്റ് ബൂട്ട് ആയതുകൊണ്ടാണെന്നുള്ളൂ എനിക്ക് ചെറിയൊരു സ്ലോ തോന്നുന്നത്. ഓക്കെ, നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. സോ ഇനീഷ്യൽ നമ്മൾ ബൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് ചാർജ് ഏകദേശം 50% താഴെയാണ്. എക്സാക്റ്റ് ആയിട്ടുള്ള ചാർജ് നോക്കുകയാണെങ്കിൽ ഞാൻ സെറ്റിങ്സിൽ, അപ്പോൾ ഫോൺ മേടിക്കുമ്പോൾ ഏകദേശം 50% ആ ഒരു റേഞ്ചിലായിരിക്കും എൻ്റെ ബാറ്ററി ഉള്ളത്. ഇനി പ്രധാനമായിട്ടും എനിക്ക് വളരെ സ്നാപ്പി ആയിട്ടാണ് ഇനീഷ്യൽ ഇംപ്രഷൻസിൽ തോന്നിയത് ഈ ഒരു ഫോൺ. എനിക്ക് വലിയ ലാഗും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഇനി ഞാൻ ആ 90 ഹെർട്സിൻ്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇതിൽ സ്ക്രീൻ റിഫ്രഷ് ആയിട്ട് ഓട്ടോമാറ്റിക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിത് 90 ഹെർട്സിലേക്ക് ഇടാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ കിടക്കുന്ന 90 ഹെർട്സിലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്പ്ലേയുടെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കില്ല. എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല സ്മൂത്ത് തോന്നുന്നുണ്ട്. ഇത് ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് അറിയില്ല. വളരെ സ്നാപ്പി ആയിട്ടൊരു ഫോണാണ്. ഇനി എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് അവർ ഒട്ടിച്ചിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ക്യാമറയിലല്ല, ഒരു ചെറിയൊരു ഡീവിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഓഫ് ആക്കിയിട്ടൊന്ന് കാണിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷനിലാണ് അവർ ഒട്ടിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ പ്രശ്നമില്ല. ഇനി ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഫിംഗർ പ്രിൻറ്റ് വെക്കുന്നേ ഉള്ളൂ, അപ്പോഴേക്കും ഫോൺ ഓൺ ആവുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് നമ്മുടെ റിയൽമി 7. ഇനി അടുത്തത് ഫേസ് അൺലോക്കിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റാണ്. ഇപ്പോൾ ഞാൻ വേറൊരു ഫിംഗർ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്, അപ്പോഴേക്കും ഇത് ഫേസ് അവിടെ ഡിറ്റക്റ്റ് ആവുന്നുണ്ട്, ഉടനെ തന്നെ ഓൺ ആവുന്നുണ്ട്. സോ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ടൊരു ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. സോ ഇനീഷ്യൽ ഇംപ്രഷൻസിൽ വളരെ നല്ലൊരു ഈ ഒരു പ്രൈസ് പോയിന്റിൽ മേടിക്കാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ്. സ്നാപ്പി ആയിട്ടൊരു ഫോൺ തന്നെയാണ്. കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും, ക്യാമറ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും. സോ അത് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എന്നുള്ളതൊക്കെ. കാരണം കുറേയധികം ക്രിറ്റിസിസംസ് ഈ ഒരു ക്യാമറയ്ക്ക് വന്നായിരുന്നു. അപ്പോൾ നമുക്കിത് 1x 10x വരെ നമുക്ക് സൂം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പോർട്രേറ്റ് മോഡ് കിട്ടുന്നുണ്ട്. 2x 5x, അതേപോലെ ഇത് അൾട്രാ വൈഡാണ്. നല്ലൊരു അൾട്രാ വൈഡാണ് ഇതിൽ. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി ഉള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ ജഡ്ജ് ചെയ്യുക.